നമുക്ക് പറയാം, മരണാധികാരിയായ പിശാചിനെ എന്നേക്കുമായി തോൽപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി അത് ശക്തമായി പ്രാർത്ഥിക്കുന്നവൻ്റെ കൂടാരത്തിൽ വെളിപ്പെടാമെന്ന് പറഞ്ഞ ദൈവം ഇന്ന് രാത്രിയും നിങ്ങളിരിക്കുന്ന പട്ടണത്തിൽ ദൈവം മുഖം നോക്കാതെ ഹൃദയം നോക്കി ഇറങ്ങി വരുന്ന ദൈവം, വീടിൻ്റെ ഭംഗി നോക്കാതെ ഇറങ്ങി വരുന്ന ദൈവം, സമ്പത്ത് നോക്കാതെ ഇറങ്ങി വരുന്ന ദൈവം, പ്രൗഢിയോ വിദ്യാഭ്യാസമോ വാചാതുര്യമോ നോക്കാതെ ഇറങ്ങി വരുന്ന ദൈവം, വിദ്യാഭ്യാസത്തിൻ്റെ അകത്തളങ്ങളിലേക്കൊന്നും നോക്കാതെ വാചാതുര്യം നോക്കാതെ വിക്കനോടും ഇറങ്ങി സംസാരിക്കുന്ന ദൈവം, എന്തിനേറെ കഴുതയോട് വരെ സംസാരിക്കുന്ന ദൈവം ഈ രാത്രിയിൽ നമ്മുടെ നടുവിലുണ്ട്. യശയ്യാപ്രവാചന പുസ്തകം 35-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന വാക്യം ഇതാണ്. ആമേൻ. അന്നാളിൽ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? മുടന്തന്മാർ മാനിനെ പോലെ തുള്ളിച്ചാടും. ഇന്നലെ പൗലൂസ് അവനെ ഉറ്റുനോക്കി അവന് സൗഖ്യമാകുവാൻ താല്പര്യമുള്ളവനെന്ന് കണ്ടപ്പോൾ അവനെ അടുത്ത് ചെന്ന് അവനോട് എണീക്കാൻ പറഞ്ഞു. അങ്ങനെയെങ്കിൽ അത് നിസ്സാരമായ വാക്കല്ല അവിടെ വീണത്. അവന്റെ വായിൽ നിന്ന് വീണ വാക്കിന്റെ ശബ്ദമെന്ന് പറഞ്ഞാൽ തിരുവചനം പറയുന്നു, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദം കർത്താവിന്റെ നാവിൽ നിന്ന് പുറത്തു വന്നെങ്കിൽ ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവകുഞ്ഞ്, നിന്റെ വിഷയത്തിന് നടുവിൽ ഒരു മനുഷ്യനും കൈവച്ചില്ലെങ്കിലും കൈവയ്ക്കുന്ന ഒരു ദൈവം നിന്റെ വിഷയത്തിൽ ഇന്ന് രാത്രി സംസാരിക്കാൻ പോകുകയാ. വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കൂ. ഈ രാത്രിയിൽ ദൈവം ആരോടൊക്കെയോ ഇന്ന് രാത്രി സംസാരിപ്പാനായി ഇറങ്ങി നിപ്പുണ്ട്. ഹല്ലേലൂയ. നോക്കിക്കേ, നമ്മൾ വായിച്ച വാക്യം അധ്യായം ഇതാണ്. 13-ാമത്തെ അധ്യായമാണ് നമ്മൾ ഇന്ന് രാത്രിയിൽ വായിച്ചത്. ഈ 13-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം മുതൽ നമ്മൾ 8-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, ശൗൽ എന്ന പേരിലുള്ള വേറൊരു ശൗല്. പ്രൈസ് ദി ലോർഡ്. ഈ ശൗല് എന്ന് പറയുന്നത് പൗലൂസല്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവിടെ ആ ശൗൽ എന്ന് പറഞ്ഞാൽ പട്ടണത്തിനകത്ത് അധികാരത്തിന് കീഴ്പ്പെട്ട് പല നിലയിലും മുൻപിലോട്ട് പോകുന്ന ഒരേ പേരിലുള്ള ചില ശൗലുമാര് ആ പട്ടണത്തിനകത്തുണ്ടായിരുന്നു. അതിൽ ഒരു മനുഷ്യനാണ്. നോക്കിക്കേ, ആ 6-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, പ്രൈസ് ദി ലോർഡ്, ഒരു ബർയേശുവിനെ നമുക്ക് കാണാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, കഴിഞ്ഞ 2021 കാലഘട്ടങ്ങളിൽ യേശു എന്ന പേരുള്ള ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ കഴിഞ്ഞു ഇന്ത്യ മഹാരാജ്യത്തിനകത്ത്. തന്റെ പേരെന്ന് ചോദിച്ചപ്പോൾ യേശു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അങ്ങനെയുള്ള മനുഷ്യൻ യേശുവിന്റെ പേരിട്ടിട്ടവൻ യേശുവായതാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കൂടെ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ ജീസസ് ആണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എന്നെ നിങ്ങൾ അംഗീകരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാനാണ് ജീസസ്, ഞാനാണ് രണ്ടാമതും വരാമെന്ന് പറഞ്ഞത്. എൻ്റെ ശരീരത്തിലാണ് ആ ജീസസ് പ്രത്യക്ഷമായത്. ഇതെല്ലാം ഈ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാ. അപ്പൊ നോക്കൂ, ഈ പട്ടണത്തിനകത്ത് എന്ന് പറഞ്ഞാൽ 5-ാം വാക്യം പറയുന്നു, സലാമി എന്ന് ആ ഒരു പട്ടണത്തിനകത്ത് നിന്നുകൊണ്ട്, പ്രൈസ് ദി ലോർഡ്, യേശുവിന്റെ വചനം പ്രസംഗിപ്പാനായി പൗലൂസിനെ ദൈവം ആ പട്ടണത്തിലേക്ക് ഇറക്കി നിർത്തുമ്പോൾ, ഈ പട്ടണത്തിനകത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പട്ടണത്തെയും പട്ടണക്കാരെയും വഷളത്വത്തിലേക്ക് നടത്തുന്ന ദൂർത്തു പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ ആ പട്ടണത്തിനകത്തുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പോലും കാണാൻ കഴിയാത്ത തലത്തിൽ സ്വർഗത്തിലെ ദൈവം പൗലൂസിനെ തന്റെ വചനം സംസാരിപ്പാൻ ആ പട്ടണത്തിലേക്ക് ദൈവം അയച്ചെങ്കിൽ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ദൈവത്തിനൊരു ഉദ്ദേശമില്ലാതെ ഒരു മനുഷ്യനെയും ഒരു രാജ്യത്തിലോ ഒരു പട്ടണത്തിലോ ഒരു ഭവനത്തിലോ ഒരു സഭയിലോ ദൈവം അയക്കത്തില്ല. ആമേൻ. ഒന്ന്, ജനത്തിന്റെ ഹൃദയത്തിനകത്ത് ദുർചിന്തകൾ കടത്തിവിട്ട് ആ ജനത്തെ വഷളത്വത്തിലേക്ക് നടത്തുന്ന ആത്മീയരെ ആത്മീയത്തിൽ നടത്താതെ ഇതാണ് സത്യമെന്ന് പറഞ്ഞ് മിഥ്യാമൂർത്തികളുടെ ശക്തിയും വഹിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ആ പട്ടണത്തിൽ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ പട്ടണത്തിനകത്ത് പൗലൂസിന്റെ വചനം കേൾക്കാൻ ഒരു പറ്റം ആൾക്കാർ അവിടെ ഇരിക്കുക. ഈ രാത്രി ദൈവ പൈതലേ, നമ്മെ വിളിച്ചിരിക്കുന്നത് വചനം പ്രസംഗിക്കാനാ. ഹല്ലേലൂയ. നമ്മൾ നഗ്നമായ സുവിശേഷം നമ്മളെ കൂടെ എത്തിച്ചു കഴിഞ്ഞാല് അതിനകത്തുനിന്നൊരു ദൈവപ്രവൃത്തി ആ പട്ടണത്തിനകത്ത് ദൈവം അയക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പലപ്പോഴും വചനത്തിനകത്ത് നിന്ന് സംസാരിക്കാൻ പലർക്കും കഴിയാതെ പോകുന്നു. കാരണം വചനം എവിടെ വീണിട്ടുണ്ടോ
അത് ഒരു മേനിയായിട്ടല്ല കൊയ്യുന്നത്, 100 മേനിയായിട്ട് കൊയ്തെടുക്കും. ആമേൻ. ചിലപ്പോ നമ്മുടെ കണ്ണുകൊണ്ട് അപ്പോൾ കാണാൻ കഴിയത്തില്ല. ദൈവ പൈതലേ, യേശു അത്തിയെ നോക്കി ശപിച്ചു. കൂടെ നിന്ന ശിഷ്യന്മാര് പറഞ്ഞു ഇത് തട്ടിപ്പാന്ന് പറഞ്ഞു. കർത്താവ് നോക്കിയത് ഇലയെയോ തണ്ടിനെയോ അല്ല ശപിച്ചത്. കർത്താവ് ശപിച്ചത് ഭൂമിക്കടിയില് ഈ ശിഷ്യന്മാരുടെ കണ്ണുകൾക്കോ ശാസ്ത്രജ്ഞന്മാർക്ക് പോലും കാണാൻ കഴിയാത്ത അതിന്റെ തായ്വേരിന്റെ അകത്തളങ്ങളെ കർത്താവ് ശാസിച്ചെങ്കിൽ ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവകുഞ്ഞെ, നീ പോലും കാണാൻ കഴിയാത്ത നിന്റെ കുടുംബക്കാരോ സമപ്രായക്കാരോ വ്യക്തികളോ കാണാൻ കഴിയാത്ത ചില മേഖലകളെ കർത്താവ് ഇന്ന് രാത്രി തൊടാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇതിനകത്ത് സ്തോത്രം നോക്കൂ, ആ 8ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വായിക്കുമ്പോ എന്നാൽ എലിമാസ് എന്ന വിദ്വാൻ, ആമേൻ സ്തോത്രം, ഇതാകുന്നു അവന്റെ പേരിന്റെ അർത്ഥം. അവരുടെ സ്തോത്രം അവരോട് എതിർത്ത് നിന്ന് ദേശാധിപതിയോട് വിശ്വാസം തുടങ്ങിയുള്ളവൻ എന്ന് പറഞ്ഞ വിശ്വാസത്തിന്റെ ഒരു ആഴത്തെ അവിടെ ഈ വ്യക്തി അടിച്ചേൽപ്പിക്കുകയാണ്. സ്തോത്രം. ശ്രദ്ധിക്കണമേ, ഇവന്റെ സൂത്രപ്പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവചനമല്ല, ദൈവവചനത്തെ മറിച്ച് കളയത്തക്ക തലത്തിൽ ഞൊടിയിടയിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ നടക്കത്തക്ക തലത്തിലുള്ള കുതന്ത്രങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് വളഞ്ഞ വഴിയിൽ കൂടെ ജനത്തെ സ്വാധീനിപ്പാനുള്ള ഒരു മനുഷ്യനെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഈ പൗലോസിനെ പ്രസംഗിക്കാൻ വിളിച്ചത് ജനമാണ്. സ്വതന്ത്രം പറ. ഈ രാത്രി ജനത്തിന് സത്യം മനസ്സിലാക്കണം. ഹല്ലേലൂയ. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യുമെന്ന് പൗലോസ് ലേഖനങ്ങളിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെങ്കിൽ ഇന്ന് രാത്രി സത്യത്തിന് വേണ്ടി നിൽക്കാൻ ഒരു കൂട്ടത്തെ ഇന്ന് രാത്രി സ്വർഗം കണ്ടിരിക്കുന്നു. നിങ്ങളുടെ പട്ടണത്തിനകത്ത് ഒരുത്തൻ സുവിശേഷത്തിന് വേണ്ടി നിന്നു കഴിഞ്ഞാൽ അവനെ കൈവിടാതെ നിർത്തുന്നൊരു സ്വർഗം ഈ രാത്രി ഇതിനകത്തിരിക്കുന്ന ആരോടൊക്കെയോ ദൈവം പറയുന്നു, നിന്നെ ഞാൻ ദേശത്തിൽ മാത്രമല്ല ചില മേഖലയിൽ നിന്നെ ഞാൻ മാനിക്കുന്ന ദിവസങ്ങൾ ആസന്നമായിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവൻ എന്ത് ചെയ്തു? വിശ്വാസം തടുത്തു കളയുവാൻ, പ്രൈസ് ദി ലോർഡ്, ശ്രമിക്കുക. ആരാ വിശ്വാസം? ജനത്തിന്റെ വിശ്വാസം, ഭരണകൂടം കൊണ്ടുവന്ന വിശ്വാസം, സകലത്തെയും മറിച്ചു കളയുവാൻ ഈ എലിമാസ് എന്ന വിദ്വാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും അങ്ങനെയല്ലേ? വിശ്വാസത്തെ മറിച്ചു കളയുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ സ്നാനപ്പെടണ്ട, വന്നേ തിരുമേശ തരാം. പ്രൈസ് ദി ലോർഡ്. അയ്യോ ദൈവദാസനെ ഞാൻ മുങ്ങി സ്നാനപ്പെട്ടില്ല, കുഴപ്പമില്ല, ഇങ്ങ് പോര്, അതൊക്കെ പഴഞ്ചൻ പുരാണങ്ങളാണ്. ഹല്ലേലൂയ. യേശു അന്ന് ചെയ്തല്ലോ. ആമേൻ. അങ്ങനെയെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, നീയും പോയി യോർദാനിൽ പോയി മുങ്ങ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ചില എലിമാസുമാരുന്ന സഭയ്ക്കകത്തുണ്ട്, ദേശത്തിലുണ്ട്. ഹല്ലേലൂയ. ആമേ, ശ്രദ്ധിക്കണം. ആമേ, വചനത്തെ മറിച്ചു കളയുമ്പോൾ ശ്രദ്ധിക്കണം. നീ യോർദാനിലാണോ സ്നാനപ്പെട്ടത്? അല്ലല്ലല്ല. ആമേ, യേശു സ്നാനപ്പെട്ടത് യോർദാനില. നീ യോർദാനിൽ സ്നാനപ്പെട്ടെങ്കിൽ മാത്രം ആമേ തിരുമേശ തരാം എന്ന് ഇവിടെ എഴുതിയിട്ടില്ല, കേട്ടോ. അതുകൊണ്ട് സ്നാനത്തെ പോലും മറിച്ചു കളയുന്ന, വചനത്തിന്റെ സത്യത്തെ പോലും മറിച്ചു കളയുന്ന ഒരു എലിമാസ് രാജഭരണകൂടത്തെ വരെ തച്ചുടയ്ക്കുന്ന, വിശ്വാസ ജീവിതത്തെ വരെ തകർത്തു കളയുന്ന ഒരു എലിമാസ് ദേശത്തിൽ താണ്ഡവ നൃത്തമാടുമ്പോൾ ദേശത്തിലെ ജനത്തിന് മാനസാന്തരം, ആമേൻ, അവരുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചിട്ട് പറയുക, ആമേൻ, വിളിക്ക് പൗലോസിനെ. ഹല്ലേലൂയ. അവനെ ഇന്ന് രാത്രി വിളിക്ക്. ഈ രാത്രി ആരോടൊക്കെ ദൈവം പറയുന്നു, ചില വിശ്വാസം മറിച്ചു കളഞ്ഞ ചില ദേശത്തും സഭയ്ക്കകത്തും ദൈവം ചിലരെ അയക്കാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവകുഞ്ഞെ അറിയാമോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് എന്താ പറഞ്ഞറിയാമോ? 2 or 3 പേർ എന്റെ നാമത്തിൽ എവിടെ കടന്നു വന്നാലും ഞാൻ അവിടെ ഉണ്ട്. നിങ്ങൾ ഭാരപ്പെടണ്ട. നമ്മുടെ സഭയ്ക്കകത്ത് 5 പേരേ ഉള്ളൂ, പേടിക്കണ്ട. കർത്താവ് പറഞ്ഞില്ലേ 2 or 3 പേര്? ഹല്ലേലൂയ. എന്ന് വെച്ച് 3 പേര് വെച്ചിരിക്കാനല്ല പറഞ്ഞത്, ഉള്ളതിനെ ആമേൻ അവരെ തീയാക്കണം. സ്തോത്രം പറ. ഇരിക്കുന്നവരെന്താകണം?
തീയാകണം. അവരുടെ മേൽ എന്ത് വേണം? അഭിഷേകത്തിന് തീയിറങ്ങണം. വചനത്തിന്റെ വിശ്വാസത്തെ ആമേൻ, അണുവിട വിശ്വാസത്തിന് അകന്നു പോകാതിരിക്കാൻ അവരെ വചനത്തിൽ ഉറപ്പിക്കണം. ഇരിക്കുന്നത് 3 പേരാണെങ്കിൽ കൊടുക്കുന്നത് 100 പേരുടെ വചനമായിരിക്കണം. ഹല്ലേലൂയ. ദൈവം പറഞ്ഞത് എന്തെന്നറിയാമോ? 2 or 3 പേർ എന്റെ നാമത്തിൽ എവിടെ കടന്നു വരുമോ അവിടെ ഞാൻ ഉണ്ടെന്ന്. ഹല്ലേലൂയ. ദൈവകുഞ്ഞെ, ഇന്ന് രാത്രി അങ്ങനെ ഉള്ളവർ ഇതിനകത്തിരിപ്പുണ്ട്. ആമേൻ, സ്തോത്രം. അങ്ങനെ ഉള്ളവർ ഇതിനകത്തിരിപ്പുണ്ട്. ആള് കുറഞ്ഞത് കൊണ്ട് ഭാരപ്പെടണ്ട. ആമേൻ, തീയുടെ ശുശ്രൂഷ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ ശുശ്രൂഷ വെളിപ്പെടുവാൻ വേണ്ടിയാണ് ഇവിടെ പൗലോസിനെ അവിടെ വരുത്തുന്നത്. ശ്രദ്ധിക്കൂ. ആമേൻ. മത്തായി സുവിശേഷം 7-ാമത്തെ അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ യേശു ഒരു കാര്യം പറയുന്നു. വായിച്ചാട്ടെ. മത്തായി സുവിശേഷം ആമേൻ, സ്തോത്രം, 7-ാമത്തെ അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ യേശു ഒരു കാര്യം പറയുന്നുണ്ട്. വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. മത്തായി 7:15. പ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുകയും അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമേയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാവുന്നു. പ്രൈസ് ദി ലോർഡ്. ആരെ സൂക്ഷിക്കണം? കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ. അവർ ആടുകളുടെ വേഷം പൂണ്ട് ആമേൻ നിങ്ങളെ ആമേൻ അടുക്കൽ വരുന്നു. നിങ്ങളുടെ അടുക്കൽ അവരെന്ത് ചെയ്യുന്നു? വരുന്നു. അടുത്ത് പറയുന്നത് ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അവരെന്താ ചെയ്യുന്നറിയാമോ? ആടുകളെ എന്ത് ചെയ്യുന്നു? അവർ കടിച്ച് കീറുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അവരെന്ത് ചെയ്യുന്നു? കടിച്ച് കീറുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവർ തകർക്കത്തക്ക തലത്തിൽ ജനസമൂഹത്തെ അവർ തുടച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാം പ്രവചനമല്ല കേട്ടോ. ആമേൻ, സ്തോത്രം. എല്ലാത്തിനും തലവച്ചു കൊടുക്കരുത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കർത്താവ് തന്നെ പറയും, നോക്കൂ, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ. അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ അവരെന്ത് ചെയ്യുന്നു? വരുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവം അയക്കാതെ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ദൈവം പറയാതെ ചിലത് പറയുന്നുണ്ട്. ആമേൻ. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. പലതിൽ കൂടെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാ. ദൈവം പറയാത്തത് പറഞ്ഞും ദൈവം കൊടുക്കാത്തത് കൊടുത്തെന്നും പറഞ്ഞും ആമേ പലരെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, സഭകളെ തകർത്തുകൊണ്ടിരിക്കുന്ന, വിശ്വാസ ഗോളങ്ങളെ ഉടച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെ ക്രിസ്തീയ സഭ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ ആമേ നീതിമാനായവർക്ക് സ്ഥാനമില്ലാതെ, അഭിഷക്തന്മാർക്ക് സ്ഥാനമില്ലാതെ, ശുശ്രൂഷകന്മാർക്ക് ആലയത്തിനകത്ത് പ്രവേശിക്കാൻ കഴിയാതെ, ദുർഭൂതങ്ങളെ കൊണ്ട് നിറയപ്പെട്ട് അനേകർ അതിനകത്ത് ആമേ താണ്ഡവമാടുമ്പോൾ ദൈവവചനം ഇന്ന് രാത്രി പറയുന്നു, ആ തടവറയ്ക്കകത്തുനിന്ന് പുറത്തു കൊണ്ടുവരുവാൻ, സത്യം പ്രസംഗിപ്പാൻ ഒരുത്തനെ ദൈവം അഭിഷേകം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അവനെ അഭിഷേകം ചെയ്യുമ്പോൾ അവന്റെ പേരാണ് ആമേ ശൗൽ, പൗലൂസ് എന്ന ശൗൽ. ഹല്ലേലൂയ. അവിടെ പൗലൂസ് എന്ന ശൗൽ എന്ന് പറയാൻ കാര്യം, ഓൾറെഡി ഒരു ശൗൽ അവിടെ നിപ്പുണ്ട്. അത് ആ ദേശത്തിലെ ശൗല. എന്നാൽ ഇത് പൗലൂസായ ശൗൽ അവിടെ എത്തപ്പെട്ടു. ഇന്ന് രാത്രി ദൈവകുഞ്ഞെ, ഹല്ലേലൂയ, ചിലതൊക്കെ ഇന്ന് രാത്രി നീ ആമേ സ്തോത്രം തച്ചുടയ്ക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 8-ാമത്തെ അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം മുതൽ 11-ാമത്തെ വാക്യം വരെ നമ്മൾ വായിച്ചു വരുമ്പോൾ ആമേ അതിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തിയിൽ നിന്നുകൊണ്ട് അപ്പോസ്തലനായ പൗലൂസ് പറയുന്ന ചില ദൂത് നോയിക്ക്. 8-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം മുതൽ 11-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എന്താ വായിച്ചേ? ഒന്ന് വായിച്ചേ. എന്നാൽ ശിമോൻ എന്ന് പേരുള്ള ഒരു പുരുഷൻ ആ പട്ടണത്തിൽ ആഭിചാരം ചെയ്തു. താൻ മഹാൻ എന്ന് പറഞ്ഞ് ശമരിയ ജാതിയെ ഭ്രമിപ്പിച്ചു പോന്നു. ഇവൻ മഹതി എന്ന ദൈവശക്തിയാവുന്നു എന്നും പറഞ്ഞ് ആബാലവൃത്തം എല്ലാവരും അവനെ ശ്രദ്ധിച്ചു വന്നു. ഇവൻ ആഭിചാരം കൊണ്ട് ഏറിയ കാലം അവനെ ഭ്രമിപ്പിക്കയാൽ അത്രേ അവർ അവനെ ശ്രദ്ധിച്ചത്. എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും മതി. പ്രൈസ് ദി ലോർഡ്. നോക്കൂ, ദൈവത്തിന്റെ ദാസന്മാരെ തെറ്റിക്കാൻ ഒരുത്തൻ പറയുന്നു, ഞാനാണ് മഹതി. സ്തോത്രം.
അവിടെ ഫിലിപ്പോസ് ദൈവ ശബ്ദം അറിയിപ്പാൻ ഫിലിപ്പോസിനെ കർത്താവ് അവിടെ ഇറക്കി വിട്ടു. ആമേൻ, സ്തോത്രം. നിങ്ങൾ നോക്കൂ, 12-13 വായിക്കുമ്പോൾ പറയുന്നു, ഈ ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, വ്യക്തി എന്ത് ചെയ്യുന്നറിയാമോ? താനും എന്ത് ചെയ്തു? വിശ്വസിച്ച സ്നാനമേറ്റ് ഫിലിപ്പോസിനോട് എന്ത് ചെയ്തു? ചേർന്നു. വലിയൊരു സമൂഹമായി തീർന്നു. തെറ്റുകളെ തിരുത്താൻ ആ കാലഘട്ടത്തിലും യേശു കർത്താവിന്റെ കാലഘട്ടത്തിൽ അപ്പോസ്തലനായ ഫിലിപ്പോസിനെയും ദൈവം അവിടെ കൊണ്ടുചെന്നു. ഇന്ന് രാത്രി ശ്രദ്ധിക്കൂ, ദൈവം പറയുന്നു, ചിലരെയൊക്കെ പറയാം ഞാനാണ്. ആമേൻ, സോദരൻ, ഞാനാണ് മഹാൻ, ഞാനാ ഈ ഞാൻ എന്ന് പറഞ്ഞ ഭാവം എന്ന് ക്രിസ്ത്യാനിത്വത്തിൽ നിന്ന് ആമേൻ ചത്തുപോകുമോ അന്ന് ദൈവസഭയ്ക്കകത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്ന ഭാവം എന്നിൽ കൂടെ ചെയ്യാവൂ, എന്നിൽ കൂടെ ഇത് അത്ഭുതം നടക്കാവൂ എന്നുള്ള കാര്യത്തിലേക്ക് ദൈവമക്കൾ, വചനം പഠിക്കുന്ന ഒരു ദൈവമക്കളും അങ്ങനെ ചിന്തിക്കരുത്. അവർ ചെയ്യുമ്പോൾ ഞാൻ സ്തോത്രം ചെയ്യും, അവർ അത്ഭുതം ചെയ്യുമ്പോൾ ഞാൻ അവർക്ക് പിന്താങ്ങും. ഇതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ അന്യായം കാണുമ്പോൾ അവിടെ നിൽക്കണം. ഹല്ലേലൂയ. അതിനാ ഫിലിപ്പോസിനെ കൊണ്ടുവന്ന് നിർത്തിയത്. ആമേൻ. ഇനി ആൻറ്റി വായിക്കേണ്ടത് അതിന്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ആ മൈക്ക് ഓൺ ചെയ്ത് വായിച്ചെങ്കിൽ എല്ലാവരും കേൾക്കാം. ശിമോൻ താനും വിശ്വസിച്ച സ്നാനമേറ്റ് ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നു. വലിയ വീര്യപ്രവൃത്തികളും അടയാളങ്ങളും നടക്കുന്നത് കണ്ട് ഭ്രമിച്ചു. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, ഈ മനുഷ്യനെ ഒരു കാലഘട്ടത്തിൽ ശത്രു വളരെ ശക്തമായി കരങ്ങളിലെടുത്തു. ഹല്ലേലൂയ. എന്നാൽ ഫിലിപ്പോസിന്റെ നഗ്ന സുവിശേഷം അങ്ങോട്ട് എത്തിയപ്പോൾ ഈ മനുഷ്യന്റെ മണ്ടക്കിരുന്ന ദുർഭൂതത്തെ ആമേൻ വെളിപ്പാടോടെ ചേർന്ന് ഒരൊറ്റ ശാസനയിൽ ഇവന്റെ മണ്ടയ്ക്ക് ഇരുന്ന മഹതി എന്ന ശക്തിയെ ഫിലിപ്പോസ് പുറത്താക്കി. അവൻ ഇന്ന് മാത്രമല്ല, ആ ദേശത്ത് അടക്കി വാഴുന്ന ചില ദുർഭൂതങ്ങളെ പുറത്താക്കാൻ അഭിഷേകം പ്രാപിച്ച ചിലരെ ദൈവം തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാ. എന്ന് രാത്രി ദൈവ പൈതലേ, നീ ഇരിക്കുന്ന പട്ടണത്തിനകത്ത് പട്ടണത്തെ മറിച്ചു കളയുന്ന, സത്യത്തെ മറിച്ചു കളയുന്ന, സത്യത്തെ ഉന്മൂലനാശം ചെയ്യുന്ന, സത്യത്തെ വേട്ടയാടി പിടിക്കുന്ന ചില വേട്ടപ്പക്ഷികളെ ഇന്ന് രാത്രി നീ കണ്ടുടർന്ന് പ്രാർത്ഥിക്കാൻ നീ താല്പര്യപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ഈ രാത്രി പരിശുദ്ധാത്മ പറയുന്നു, ആമേ, ചിലര് നിന്നിൽ കൈ കൂടെ സ്നാനമേക്കാൻ പോകുകയാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവകുഞ്ഞേ, ഇന്ന് രാത്രി ആമേ തമ്പുരാൻ ഹല്ലേലൂയ ചില കുടുംബത്തെ നോക്കി, ചില സഭയെ നോക്കി പറയുന്നു, ഹല്ലേലൂയ, പ്രാർത്ഥിച്ചോ. പട്ടണത്തിന് നടുവിൽ പോയിന്ന് പ്രാർത്ഥിച്ചോ. ഉറക്കെ പ്രസംഗിക്ക്, ഉറക്കെ ന്യായപ്രമാണം വിളിച്ചു പറ, ഉറക്കെ ദൈവസന്നിധിയിലേക്ക് നിലവിളിയോടും അനുതാപത്തോടും കടന്നുവാ. ഒരു വലിയ ജനസമൂഹം പാപത്തിന്റെ അകത്തളങ്ങളിൽ കിടക്കുന്നത്, ആമേ, ദുർഭൂതത്തിനകത്ത് കിടക്കുന്ന പലതിനെയും തമ്പുരാൻ പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ. നോക്കൂ, ആമേ, സ്തോത്രം. ഇവൻ പറയാ ഞാൻ തന്നെ. ആമേൻ. ഇവൻ എന്താ ചെയ്തത്? ആമേ, സ്തോത്രം. പുരുഷാരം പട്ടണത്തിൽ എന്ത് ചെയ്തു? ആ പട്ടണത്തിൽ ആഭിചാരമെല്ലാം ചെയ്ത് താൻ പറയാ ഞാനാ മഹാൻ, താൻ തന്നെ മഹാൻ. ഈ മഹാന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ 13-ാമത്തെ വാക്യത്തിൽ താഴോട്ട് പറയുന്നു, അവനെ സ്നാനപ്പെടുത്തിയ ശേഷം ഇവരെല്ലാം കൂടെ ചേർന്ന് നിന്ന് ആ പട്ടണത്തിനകത്ത് വലിയ വീര്യപ്രവർത്തികൾ ചെയ്തു. ചേർന്ന് നിൽക്കണം. ആമേ, ചേർന്ന് നിൽക്കണം. ചേർന്ന് അഭിഷക്തനോട് ചേർന്ന് നിന്നാൽ ചില വീര്യപ്രവർത്തികൾ ചെയ്യും. 14-ാം വാക്യം പറയുന്നു, അനന്തരം യെരൂശലേമിലേക്കുള്ള അപ്പോസ്തലന്മാർ ശമരിയക്കാർ ദൈവവചനം കൈക്കൊണ്ട് എന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കളയച്ചു. കാരണം ആ ദേശത്ത് പിന്നെയും അഭിഷക്തന്മാരെ അവിടെ ചേർത്ത് പണിയാൻ ചിലർ ദൈവം അയച്ചുകൊണ്ടിരിക്കുക. യോഹന്നാനെയും പത്രോസിനെയും കൂടെ ചേർത്ത് അവരോടുകൂടെ കണക്ട് ചെയ്തു.
അവിടെ ഒരു വലിയ സമൂഹം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കൂട്ടായ്മ ആചരിച്ച് പാപബോധത്തിൽ നിന്നും വിഗ്രഹാർപ്പത്തിൽ നിന്നും ദൈവം അവരെ അത്ഭുതകരമായി പുറത്തെടുത്ത് ജാതിക മണ്ഡലത്തിൽ നിന്ന് അവരെ പുറത്തെടുത്ത് ചിലതിനെ വെട്ടിക്കളഞ്ഞ് ചിലതിനെ അധികം ഫലം കായ്പാൻ ചെത്തി വെടിപ്പാക്കിയ ഒരു വലിയ സമൂഹത്തെ ദൈവം അവിടെ സൃഷ്ടിപ്പാനിടയായി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവകുഞ്ഞെ നിന്നോട് കൂടെ ചില ചേർന്ന് നിൽക്കാൻ പോകുകയാ. ചില കണക്റ്റിംഗ്, ചില കണക്ഷനുകൾ ദൈവാത്മാവ് തരാൻ പോകുകയാ. നീ ഇതുവരെ കാണാത്ത ചില കണക്ഷനുകൾ. ഓ റിബലബ ശംഭവരാജകൾ ഖനാദി, നീ ഇതുവരെ കേട്ട ശബ്ദം അതേ നിനക്ക് ചില കണക്ഷനുകളായി ദൈവം പറയുന്നു. ഞാൻ ഈ തലമുറയിൽ ചിലരെ ശക്തീകരിക്കും, ഞാൻ ബലം കൊടുക്കും. ഈ തലമുറയിൽ ഞാൻ ചിലരെ എന്റെ അഭിഷേകത്തിന്റെ ഇരട്ടി ശക്തിയാൽ അത്യന്ത അഭിഷേകത്തോടെ ഞാൻ ചിലരെ പുറത്തെടുക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. പട്ടണങ്ങളിൽ ദൈവശബ്ദം മുഴങ്ങുമ്പോൾ, പട്ടണങ്ങളിൽ ദൈവശബ്ദം ശക്തമായി പുറത്തു വരുമ്പോൾ ശ്രദ്ധിക്കൂ, ചിലർ കുടുംബമായി സ്നാനപ്പെടാൻ പോകുകയാ. ഹല്ലേലൂയ. സഭകളുള്ള ബന്ധത്തിൽ ഇന്ന് രാത്രി പറയുന്നു, ചില സഭകളുള്ള ബന്ധത്തിൽ പറയുക, നിങ്ങളുടെ സഭയുടെ അടുത്തിരുന്ന് കൂടാത്രം ചെയ്യുന്ന ഞാനാണ് വലിയവൻ, ഞാനാണ് വലിയവൻ എന്ന് പറഞ്ഞ് ഇരിക്കുന്നവനെ ദൈവാത്മാവ് ചില പൗലോസിനെയും ചില പത്രോസിനെയും യോഹന്നാനെയും ഫിലിപ്പോസിനെയും അയച്ച് ദൈവാത്മാവ് ഈ നാളുകളിൽ നിങ്ങളുടെ സഭയ്ക്കകത്തൊരു ഇളക്കം, മാനസാന്തരത്തിന്റെ ഇളക്കം ദേശത്ത് സംഭവിക്കാൻ പോകുന്നു. ചില കുടിയിരിപ്പുകളെ ദൈവം പുറത്താക്കി ഒരു വലിയ വിശാലതയിലേക്ക് പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടങ്ങളിൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? ഹല്ലേലൂയ. ഞാൻ തന്നെ എന്നിൽ കൂടെ അത്ഭുതം ചെയ്യുമെന്ന് പറയുമ്പോൾ ചില കുഴിമാടത്തിനകത്ത് ദൈവസഭയുടെ പ്രാർത്ഥന എത്താൻ പോകുകയാ. ചില വച്ചുകെട്ട് പുരയ്ക്കകത്ത് ദൈവസഭയുടെ പ്രാർത്ഥന എത്താൻ പോകുകയാ. ഇന്ന് രാത്രി ചില കല്ലുകളെ നോക്കി ദൈവം പറയുന്നു, ഇന്ന് രാത്രി സംസാരിക്കത്തില്ല, ഇതിനെ പിടിതെറിഞ്ഞിട്ട് എന്റെ സഭയ്ക്കകത്തൊരു മാനസാന്തരത്തിന്റെ ചില കല്ലുകളാക്കി ഞാൻ വയ്ക്കുമെന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, ഇന്ന് രാത്രി അഭിഷേകത്തിന്റെ ശക്തി ചില കൂടാരത്തിലേക്ക് വെളിപ്പെടുകയാ. ശമനപരകതല വൈഡകരാജകൽക്കലാതി. ഹല്ലേലൂയ. ചില അഭിഷേകത്തിന്റെ ശക്തി ചില കൂടാരങ്ങളിലേക്ക് ഇന്ന് രാത്രി അയക്കാൻ പോകുക. കേട്ടോ? ഹല്ലേലൂയ. ഞാൻ തന്നെ വലിയവൻ, ഞാൻ തന്നെ, എന്നിൽ കൂടെ നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നവനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവരെ സ്നാനപ്പെടുത്താൻ ഫിലിപ്പോസിനെ കർത്താവ് ഉപയോഗിച്ചെങ്കിൽ സ്തോത്രം. തീർന്നില്ല കേട്ടോ. ഫിലിപ്പോസിനെ മാത്രമല്ല, ആമേൻ, അല്ലെങ്കിൽ ഈ നിൽക്കുന്ന വ്യക്തികളെ മാത്രമല്ല, ഈ നിൽക്കുന്ന മഹാനെയല്ല സ്നാനപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ചത്. ഷണ്ണനെ വരെ സ്നാനപ്പെടുത്താൻ ഫിലിപ്പോസിനെ കാലഘട്ടത്തിൽ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ആമേൻ, ഒരു അഭിഷക്തനെ കർത്താവ് കഴുകി പുറത്തെടുക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഒരു ഗ്ലാസ്, ആമേൻ, കൈപ്പിടിയുള്ള ഗ്ലാസ് ഉണ്ട്, കൈപ്പിടി ഇല്ലാത്ത ഗ്ലാസ് ഉണ്ട്. ആമേൻ. പ്രൈസ്. എന്താ രണ്ടിനും വ്യത്യാസം എന്നറിയാമോ? കൈപ്പിടി ഉള്ളതില് ആമേൻ ബുദ്ധിയുള്ളവർ ചൂടുള്ള ചായ ഒഴിക്കും. കൈപ്പിടി ഇല്ലാത്തതില് ആമേൻ ബുദ്ധിയുള്ളവർ തണുത്ത വെള്ളം കൊടുക്കും. സ്വതന്ത്രം പറഞ്ഞില്ലല്ലോ. ഹല്ലേലൂയ. കണ്ടുപിടിച്ച് രണ്ടും രണ്ട് രീതിയിലാ. എന്നാൽ ചിലരൊക്കെ കൈപ്പിടി ഇല്ലാത്തതിൽ നല്ല തിളച്ച ചായയും കൈപ്പിടി ഉള്ളതിൽ നല്ല തണുത്ത വെള്ളവും കൊടുക്കും. സ്വതന്ത്രം. അവിടെ ചെല്ലുമ്പോ പാസ്റ്റർ ഇങ്ങനെ എടുത്തിട്ട് കാരണം കൈപ്പിടികളുടെ ആദ്യം കൊടുത്തത് നല്ല ജ്യൂസാ, പിന്നെ കൊണ്ട് തിളച്ച വെള്ളം, കടകളാ തിളയ്ക്കുന്ന വെള്ളം കൊണ്ടുവന്ന് ആ അഭിഷത്തിന്റെ കയ്യിലേക്ക് കൊടുത്തപ്പോ ആമേ സ്തോത്രം, അഭിഷത്തിൽ നിന്ന് വിറയ്ക്കുകയാ. കാരണം മാംസവും ഗ്ലാസും കൂടെ ഒട്ടിപ്പോയി. മനസ്സിലാവുന്നുണ്ടോ? ഓരോ ഉൽപ്പന്നത്തിനും അതിൻ്റെതായ മഹത്വം ദൈവം മുൻപേ മനുഷ്യന്റെ ബ്രെയിനകത്ത് ദൈവം പതിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ചുവന്ന മഷി കൊണ്ട് സർട്ടിഫിക്കറ്റിൽ സൈൻ ചെയ്യാൻ പറ്റില്ല, സിഗ്നേച്ചർ ചെയ്യാൻ പറ്റില്ല. ചുവന്ന മഷിയുള്ള സീൽ കൊണ്ട് സർട്ടിഫിക്കറ്റിൽ പതിപ്പിക്കാൻ
നിർണ്ണയിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. എന്തുകൊണ്ട്? ഓരോ നിറത്തിനും അത് എവിടെയൊക്കെ പതിപ്പിക്കണമെന്നും മനുഷ്യന്റെ ബുദ്ധിക്കകത്ത് ദൈവം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓരോ അഭിഷക്തനെയും ദൈവം അതിൻ്റെതായ നിലയിൽ വർക്ക്ഷോപ്പിൽ നിന്ന് പുറത്തിറക്കുമ്പോൾ അവരുടെ ശുശ്രൂഷകളൊക്കെ പറ്റി ദൈവാത്മാവിന് മുന്നമേ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഭാരപ്പെടണ്ട. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഭാരപ്പെടണ്ട. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് പദ്ധതി ഉണ്ടെന്നേ. ആമേൻ. ഹല്ലേലൂയ. കാലേബിനെ ഉപയോഗം കഴിഞ്ഞത് തന്റെ 85-ാമത്തെ വയസ്സിലാണ്. ആമേൻ. കാരണം കാലേബിനെ അപ്പോഴാ തമ്പുരാൻ ഒന്നുകൂടെ ഉപയോഗിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രിയിൽ മോശയെ പിന്നെ ദൈവം ഉപയോഗിച്ച് എത്രാമത്തെ വയസ്സെന്നറിയാമോ? 80-ാമത്തെ വയസ്സിലാ. തന്റെ 81-ാമത്തെ വയസ്സിലാ 30 ലക്ഷത്തെ കൊണ്ട് വരുന്നത്. സ്തോത്രം പറ. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് ആരും പ്രായത്തെക്കുറിച്ച് ഭാരപ്പെടണ്ട. ദൈവത്തിന് ഒരു സമയമുണ്ട്. അപ്പോൾ കൂടുകൾ പൊളിച്ച് നിന്നെ പുറത്തിറക്കും. ഹല്ലേലൂയ. ആർക്കും തടയാൻ കഴിയത്തില്ല. ഒരു പ്യൂപ്പയ്ക്കകത്തിരിക്കുന്ന ശലഭത്തിന്റെ മുട്ട അതൊരു പുഴുവാകുമ്പോൾ ആ പുഴുവിനെ സ്തോത്രം ആ പ്യൂപ്പയുടെ കൂട് പൊട്ടിച്ച് നിലത്ത് വീഴുമ്പോൾ അതിന്റെ പുറത്ത് ഒത്തിരി ഉറുമ്പുകൾ വന്ന് കടിച്ച് ഉറുമ്പുകൾ ക്ഷീണിക്കുമ്പോൾ ഉറുമ്പുകൾ ഇട്ടേച്ചു പോകും. ആമേൻ. കാരണം പുഴുവല്ലേ. ചില മണിക്കൂർ കഴിയുമ്പോൾ ഈ കടിച്ച ഉറുമ്പുകൾ, ശല്യപ്പെടുത്തിയ ഉറുമ്പുകൾ തിരിച്ചു വരും. തിരിച്ചു വരുമ്പോ ഈ ശലഭം, ഈ പുഴുവായിരിക്കുന്ന ഈ ശലഭം അതിന്റെ ചിറകുകളെല്ലാം വന്ന് ഇതുവരെ കാണാത്ത ഭംഗിയെല്ലാം വന്ന് ഫ്രണ്ടിലേക്ക് 2 കൊമ്പെല്ലാം തള്ളി അത് നല്ല രീതിയിൽ 7 വർണ്ണങ്ങളാൽ നല്ല ചിറകുകളൊക്കെ വന്നിട്ട് നല്ല ഭംഗിയോടെ ഇതെന്ത് ചെയ്യുന്നറിയാമോ? ഇത് നേരെ ഒരു ചില്ലയുടെ പുറത്തിരിക്കുകയാ. സ്തോത്രം. കാരണം എന്തെന്നറിയാമോ? എന്താ കാരണം എന്നറിയാമോ? എന്നെ കടിച്ച് വൃത്തികേടാക്കി ഇട്ടിട്ട് പോയത് തിരിച്ചു വരും. ഇന്ന് രാത്രി ഒരു ഗുണവും ഇല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിട്ട് പോയത് പലതും പുറകെ വരുവന്നേ. ദൈവം നിന്നെ കൊണ്ടുവരുവന്നേ. ദൈവം തന്നെ കൂട്ടി സ്തോത്രം മുട്ടിച്ചെങ്കിൽ അത് നിന്റെ നന്മ കാണാതെ ഈ ഭൂമിയിൽ നിന്ന് തമ്പുരാൻ മാറ്റത്തില്ല. ശമനപരകഥന വൈഡകരാജകൽക്കനാദി. ഹല്ലേലൂയ. തമ്പുരാൻ മാറ്റത്തില്ല. കാരണം എന്നറിയാമോ? ദൈവം വിശ്വസ്തനാ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. തിരുവല്ലായിൽ നിന്ന് മാനിക്കാമെന്ന് പറഞ്ഞ ദൈവം മാനിക്കാമെന്ന് ദൂത് തന്നിട്ടുണ്ടെങ്കിൽ കൊണ്ടുവന്ന് മാലി കൊണ്ടുവന്ന് ദൈവം മാനിക്കത്തില്ല. ഹല്ലേലൂയ. തിരുവല്ലായിൽ വച്ച് തന്നെ ദൈവം മാനിക്കും. മാനിച്ച് ഉപദ്രവിച്ചവരെല്ലാം കൺകുളിർക്കെ കണ്ട ശേഷം അവിടെ നിന്ന് ദൈവം വേറെ രാജ്യത്ത് കൊണ്ടുപോകും. അത് ദൈവത്തിന്റെ പദ്ധതിയാ. പ്രൈസ് ദി ലോർഡ്. പിന്നെ നമ്മളെ വലയിട്ടരിച്ചാൽ കിട്ടത്തില്ല. ആമേൻ. സ്തോത്രം. അതാണ് 1 പത്രോസിന്റെ ലേഖനം 5-ാമത്തെ അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവീൻ. ആരാ അവൻ? ആരാ? യേശു. പ്രൈസ് ദി ലോർഡ്. ഇന്നും ഇന്നും എന്നും എന്നേക്കും, ഇന്നലെയും ഇന്നും നാളെയും മറ്റൊന്നെയുമല്ല, എന്നും എന്നേക്കും അവൻ മാത്രം വിശ്വസ്തൻ. ഹല്ലേലൂയ. അവൻ പറയുക, നീ ഒന്ന് വെയിറ്റ് ചെയ്യ്. നിനക്ക് വേണ്ടി ഞാൻ വലിയ അത്ഭുതങ്ങളെ ചെയ്യാൻ പോകുന്നു എന്ന് രാത്രി ഇതിനകത്ത് ആരോടൊക്കെ ദൈവം പറയുന്നു, ഒന്ന് വെയിറ്റ് ചെയ്യ്, നിനക്ക് വേണ്ടി വലിയ അത്ഭുതങ്ങൾ തരാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്നേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മടങ്ങി വരുന്നു. 13-ാമത്തെ അധ്യായമാണല്ലോ വായിച്ചത്. അതിന്റെ 9-ാമത്തെ വാക്യം, അപ്പോൾ പൗലൂസ് എന്ന പേരുള്ള ശൗൽ പരിശുദ്ധാത്മാ പൂർണ്ണനായി അവനെ ഉറ്റുനോക്കി. ആമേൻ. എങ്ങനെ പൂർണ്ണനായെന്നറിയാമോ? പരിശുദ്ധാത്മാ പൂർണ്ണനായി. ആമേൻ. പരിശുദ്ധാത്മാവിൽ പൂർണ്ണനാകണം. ഹല്ലേലൂയ. ആമേൻ. പരിശുദ്ധാത്മാവിൽ പൂർണ്ണനായാൽ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. അകത്തിരിക്കുന്ന അലിവിൽസ് എല്ലാം വലിച്ച് പുറത്തിടും. പ്രൈസ് ദി ലോർഡ്. ചെറുകുടൽ, വൻകുടൽ, ആമാശയം, പിത്തസഞ്ചി, സ്വത്ര സകലത്തെയും വലിച്ച് പുറത്തിട്ടു. ആരുടെ? ഈ എലിമാസ് എന്ന മനുഷ്യന്റെ സകല കുതന്ത്രങ്ങളും പൗലൂസ് പരിശുദ്ധാത്മാവ് പൂർണ്ണനായി സകല കുതന്ത്രങ്ങളെയും വലിച്ച് പുറത്തിട്ടു. 10-ാമത്തെ വാക്യം, സകല കപടവും സകല ധൂർത്തും
നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ. ഇതേ വിളിയാണ് ആര് വിളിച്ചെന്നറിയാമോ? ഇതിൽ കുറച്ചുകൂടെ കട്ടിക്ക് വിളിച്ച ഒരു മനുഷ്യനാണ് യേശുവിനെ സ്നാനപ്പെടുത്തിയ യോഹന്നാൻ സ്നാപകം. ഹേ സർപ്പസന്തതികളെ, വരുവാനുള്ള ദൈവത്തിന്റെ കോപത്തെ വിട്ടൊഴിഞ്ഞ് മാനസാന്തരപ്പെടുവീൻ. ഹല്ലേലൂയ. മുഖത്തു നോക്കി പറയാൻ വെല്ലുവിളിക്കണമെങ്കിൽ, മുഖത്തു നോക്കി പറയാൻ ആമേൻ സ്തോത്ര കണ്ണുകൾ തിളങ്ങണമെങ്കിൽ ഒന്ന് പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണതയിൽ, സ്തോത്രം, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ദൈവജനമായിത്തീരുമ്പോഴാ ആമേൻ സ്തോത്രം ഇന്ന് രാത്രി ചില പോരുകളെ ദൈവം പുറത്താക്കാൻ പോകുകയാ. സ്തോത്രം. ദൈവ പൈതലേ, നിന്നെ ആർക്കും ഒതുക്കാൻ കഴിയില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വേദന ഉണ്ടാകും, വിഷമം ഉണ്ടാകും. ആമേൻ. വിഷമം ഉണ്ടായി ആർക്കാ? മോശയ്ക്ക് ആമേൻ കഴിഞ്ഞ 40 വർഷം ദൈവം അവനോട് മിണ്ടിയില്ലെന്ന്. എങ്ങനെയെന്നാ? 40 വർഷം ദൈവം അവരോട് എന്ത് ചെയ്തിട്ടില്ല? മിണ്ടിയില്ല. ഇല്ലേ ബെനി കർത്തദാസിയെ? 40 വർഷം മിണ്ടിയില്ല. ഇല്ലേ തങ്ങമേറ്റി? 40 വർഷം മിണ്ടിയില്ല. ഒന്നോ രണ്ടോ അല്ല, 40 വർഷം മിണ്ടിയില്ല. കാരണം എന്നറിയാമോ? ഒറ്റ അടിക്കൊരു മിസ്രൈമിനെ മണ്ണിൽ കൈകൊണ്ട് ഇങ്ങോട്ടോ തൂമ്പയ്ക്ക് JCBക്ക് കിളച്ചാൽ പോലും പെട്ടെന്ന് വരത്തില്ല. വേര് പിടിക്കും. പക്ഷെ ഇവന്റെ കൈ JCBക്കാലും പവറുള്ളത് ആരുടെ കൈ എന്നറിയാമോ? ആരുടെ കൈ? മോശയുടെ കൈ. അവൻ ഇങ്ങോട്ട് ആ മണ്ണിനെ മാന്തിയിട്ട് ഇവരെ താത്തങ്ങ് വെച്ചു. മിസ്രൈമിന്റെ ഉയരം എന്ന് പറഞ്ഞാൽ 7 അടിക്ക് മുകളിലുണ്ട്. അവന്റെ ഭാരം എന്ന് പറഞ്ഞാൽ ഏകദേശം 80, 85, 100, 150 കിലോയ്ക്ക് മുകളിലുള്ള മിസ്രൈമിനാ ഇച്ചിരിയുള്ളൊരു പയ്യൻ അടിച്ച് താഴ്ത്തി വെച്ചത്. ഇന്ന് രാത്രി ശ്രദ്ധിക്കണം, അവൻ നിന്നത് ആരുടെ നാമത്തിൽ എന്നറിയാമോ? യഹോവയുടെ നാമത്തിലാണ് നിന്നത്. ഇന്ന് രാത്രി യഹോവയുടെ നാമത്തിൽ നിൽക്കുന്നവനെ തൊടാൻ ഒരുത്തനും കഴിയത്തില്ല. ഏത് കുതന്ത്രത്തിനകത്ത് നീ ആയിരുന്നാലും, രാജ്യത്തിന്റെ സകല അടുക്കും ചിട്ടയും പഠിപ്പിച്ചതിന്റെ അകത്ത് നിന്ന് ഒരുത്തനെ അടിച്ച് താഴ്ത്തി വെച്ചിട്ട് അവൻ അവിടെ നിന്ന് സ്ഥലം വിട്ടെങ്കിൽ 40 വർഷം അവരോട് സംസാരിച്ചില്ലെങ്കിലും പേടിക്കണ്ട. അയ്യോ, എന്നോട് സംസാരിക്കുന്നില്ലല്ലോ, പേടിക്കണ്ട. നിന്നിൽ കൂടെ തന്നെ 30 ലക്ഷത്തെ പുറത്തെടുക്കാനുണ്ട്. ഹല്ലേലൂയ. ഇന്ന് നമ്മളോട് ഒരാൾ സംസാരിച്ചില്ലെങ്കിൽ പേടിയല്ലേ? ചങ്കിന് വേദന. ഹല്ലേലൂയ. വിളിച്ചില്ലല്ലോ, പേടിയാ. എന്താ? വചനത്തിലേക്ക് വാ. സ്തോത്രം. നിന്നിൽ കൂടെ ദൈവം ചില കാര്യങ്ങൾ ചെയ്യുമെങ്കിൽ, ഇന്നലെ വരെ വിളിച്ചുകൊണ്ടിരുന്ന, ഇന്നലെ വരെ സംസാരിച്ചുകൊണ്ടിരുന്ന എന്റെ ചേട്ടൻ ഇന്ന് സംസാരിക്കുന്നില്ല, പേടിക്കണ്ട. ചേട്ടൻ അല്പം നിമിഷത്തേക്ക് നാക്കിനെ താഴ്ത്തി വച്ചിരിക്കുക, അതുകൊണ്ടാണ് സംസാരിക്കാത്ത. അയ്യോ, ഇന്നലെ വരെ സംസാരിച്ച എന്റെ ഭാര്യ സംസാരിക്കുന്നില്ലല്ലോ. എടോ, നീ പേടിക്കണ്ട. അവളുടെ വായ കുറച്ചെടുത്ത് അടച്ചുവെക്കുക ദൈവം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സംസാരശേഷി മിണ്ടാതിരുന്നിട്ടും എലിസബത്തിനെ കാണാൻ വന്ന മറിയെ നോക്ക്. അവര് തമ്മിൽ ശത്രുക്കളാ. പക്ഷേ ചില സമയത്തേക്ക് അവരെ മാറ്റി നിർത്തി. പക്ഷേ ഉദരത്തിൽ കിടക്കുന്നവൻ ദൈവദാസൻ മാത്രമല്ല, അഭിഷക്തൻ മാത്രമല്ല, വരുന്ന രാജാവിനെ സ്നാനപ്പെടുത്തുന്ന ഒരുത്തൻ അവളുടെ ഉദരത്തിൽ കിടക്കുന്നെന്ന് അറിഞ്ഞ് പിണക്കത്തെ മാറ്റാൻ കൈ കൊടുക്കാൻ വന്നതാ. സ്വതന്ത്രം പറ. ഹല്ലേലൂയ. ഇന്ന് രാത്രി പിണക്കങ്ങളെ മാറുന്ന രാത്രി ആയിരിക്കട്ടെ. ഹല്ലേലൂയ. ചിലതൊക്കെ ദൈവാത്മാവ് മാറ്റിക്കൊണ്ടിരിക്കുകയാ. നമ്മൾ എവിടെ പോകാൻ ഒരുങ്ങുന്നവരാ? നിത്യതയുടെ അവകാശികളാ. സ്വർഗത്തിലെ പൗരത്വം സ്വീകരിച്ചവരാ. ഈ ഭൂമിയിൽ പൗരത്വമില്ല. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെയാകുന്നു നമ്മുടെ പൗരത്വം. ഒരുത്തൻ ഇന്ന് രാത്രി മേഘാരൂഢനായി വരും. അവനാ നമ്മുടെ രാജാവ്. അവന് വേണ്ടി സഭ ഒരുങ്ങട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അല്ലയോ മൂപ്പര്, എന്റെ ചേട്ടൻ സംസാരിക്കുന്നില്ല. ആമേൻ. എന്താ ചേട്ടന്റെ പേര്? അയ്യോ, ചേട്ടന്റെ പേരത്തില്ലേ? സെക്കരിയാവന്റെ ചേട്ടന്റെ പേര്. ഇന്നലെയും ആരാധന നടത്തി. ആരാധന കഴിഞ്ഞ് വീട്ടിൽ വന്ന് പുള്ളി മിണ്ടുന്നില്ല. പേടിക്കണ്ട. മിണ്ടാത്തതല്ല. കർത്താവ് കുറച്ച് ദിവസത്തേക്ക് വാക്കിനങ്ങ് അടക്കി വെച്ചിരിക്കുക. ഹല്ലേലൂയ. ഇന്നലെ നമ്മൾ ആരാധന കഴിഞ്ഞ് കത്രുമേശ കഴിഞ്ഞ് വിശുദ്ധുമനം കഴിഞ്ഞ് ഞാനാണ് ലാസ്റ്റ് അധ്യായം വായിച്ച് എന്തെങ്കിലും വ്യത്യാസം വന്ന അതുകൊണ്ടാക്കി മിണ്ടാതിരിക്കുന്നത്. ഇല്ലെന്നേ, ദൈവം മാറ്റിയിരിക്കുക ചേട്ടനെ. കുറച്ച് ദിവസത്തേക്ക് ചേട്ടനെ മാറ്റി നിർത്തിയിരിക്കുക. നീ ഒന്ന് കുറച്ച് മാസത്തേക്ക് ഇതിന്റെ വായ ഒന്ന് അടക്കി വെച്ചോ.
ചേട്ടനെ വായെ ദൈവം പൊത്തിയപ്പോൾ ആമേൻ ഭാര്യയ്ക്ക് എലിസബത്തിന് വേദന തോന്നി. ഇന്ന് രാത്രി എലിസബത്തുമാർക്ക് വേദന തോന്നുന്നുണ്ടോ? എന്നോട് സംസാരിക്കുന്നില്ലല്ലോ, എന്നോട് മിണ്ടുന്നില്ലല്ലോ, ഒരു കൊറോണയോടെ വരട്ടെ എന്നാരെങ്കിലും പറയുന്നുണ്ടോ? ഇന്ന് അതിനു വേണ്ടി നിങ്ങൾ പറയണ്ട, പ്രാർത്ഥിക്കണ്ട. ചിലത് മാറ്റി ഇരുത്തിയിരിക്കുന്നത് ദൈവ ശബ്ദത്തിനു വേണ്ടിയാ, ദൈവത്തിന്റെ മിറക്കൽ സംഭവിപ്പാൻ വേണ്ടിയാ. ചില മിനിറ്റുകൾ സെഖറിയാവിന്റെ നാവിനെ ദൈവം താഴ്ത്തി വച്ചത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ രാത്രി പരിശുദ്ധാത്മാവിലേക്ക് ദൂതുകൾ കൈമാറട്ടെ. നിനക്ക് വേണ്ടി സംസാരിപ്പാൻ, ദൈവ കുഞ്ഞിന് വേണ്ടി സംസാരിപ്പാൻ, ദൈവഭക്തന് വേണ്ടി സംസാരിപ്പാൻ, ദൈവസഭയ്ക്ക് വേണ്ടി സംസാരിപ്പാൻ എന്റെ കർത്താവ് ചില ഫിലിപ്പോസുമാരെ നിന്റെ ഭവനത്തിലേക്കും ദേശത്തിലേക്കും പട്ടണങ്ങളിലേക്കും ദൈവം അയക്കും. അതാ ദൈവത്തിന്റെ ശബ്ദം. ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ വാഴ്ത്തത്വം, അതാ ദൈവത്തിന്റെ സ്തോത്രം, പ്രവൃത്തി എന്ന് പറഞ്ഞാൽ. നോക്കൂ, ദൈവ ശബ്ദത്തിലേക്ക് ഇവിടെ വന്നപ്പോ നമുക്ക് നേരെ പുറപ്പാട് പുസ്തകത്തിലേക്ക് വരാം. പുറപ്പാട് പുസ്തകം ഹല്ലേലൂയ 7-ാമത്തെ അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോ മോശ ഒരു ദൂത് പറയുന്നു. പുറപ്പാട് പുസ്തകം 7-ാമത്തെ അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 7:11. അപ്പോൾ ഫറവോൻ വിദ്വാൻമാരെയും ചിത്രക്കാരെയും വിളിപ്പിച്ചു. മിസ്രയീമ്യ മന്ത്രവാദികളായ ഇരുവരും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു. എല്ലാ മന്ത്രവാദികളും അവിടെ വന്നു, എല്ലാരും വന്നു. കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇത് നടക്കുന്നത് ഭയങ്കര സംഭവമാണ്. സ്തോത്രം. മോശയുടെ വടിയുടെ പുറത്ത് അഹരോരെന്ന് എഴുതി എല്ലാ വടിയും കൊണ്ടങ്ങോട്ട് വരികയാ. വന്നിട്ട് മന്ത്രവാദികളെല്ലാം വന്നു. എല്ലാവരും ഭയങ്കര മന്ത്രവാദികളാ. ഹല്ലേലൂയ. ചുട്ടകോഴിയെ പുറപ്പിക്കുന്നു പറയാം. എല്ലാ വടികളും കൊണ്ടിട്ടു. മോശയും വടി താഴെ ഇട്ടു. സ്തോത്രം പറ. ആമേൻ. ഒരു സൈഡിൽ നിന്നേ വടികൾ വിഴുങ്ങാൻ തുടങ്ങി. എവിടെ സംഭവിക്കുന്ന അറിയുമോ? ഫറവോന്റെ കൊട്ടാരത്തിനകത്ത. അതിനകത്ത് സംഭവിക്കുന്ന കാര്യം ഇന്ന് രാത്രി ഇതിനകത്ത് ദൈവപൈതലേ, അതിനകത്ത് സംഭവിക്കുന്ന ദൂത് ഇതിനകത്തുനിന്ന് രാത്രി വെളിപ്പെടുത്തുവാൻ പോകുകയാ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. നിന്നെ അഭിഷക്തനും അഭിഷക്തയ്ക്കും നേരെ പരീക്ഷകൾ ഉന്നയിച്ച് ശത്രു മുൻപിലോട്ട് എത്ര പദ്ധതികൾ ഒരുക്കിയാലും ഇന്ന് രാത്രി തമ്പുരാൻ പറയുന്നു, ഒരു സൈഡിൽ നിന്ന് വിഴുങ്ങാൻ പോകുകയാ. ഹല്ലേലൂയ. ഒരു സൈഡിൽ നിന്ന് അഭിഷേകം പ്രാപിച്ചവൻ വടികളെ വിഴുങ്ങാൻ പോകുകയാ. ഇവിടെ സംഭവിക്കുന്നു നോക്കിയേ. ഇത്രയും സംഭവങ്ങൾ അവിടെ നടന്നപ്പോഴും ഫറവോന്റെ ഹൃദയം കഠിനമായിക്കൊണ്ടിരിക്കുന്നു. മോശേ, എന്താ അവന്റെ ഹൃദയം കഠിനമായിക്കൊണ്ടിരിക്കുക? ഒരു കാര്യം ചെയ്യാം, 10 ബാധയിൽ ഞാൻ 1-ാമത്തെ അയക്കട്ടെ. തുടങ്ങി, പരിപാടി തുടങ്ങിയിരിക്കുക. കാരണം ഒന്ന് മനസ്സലിയട്ടെ എന്ന് വച്ച വടികളും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ വടികളെല്ലാം സർപ്പമായി. ഒരു സൈഡിൽ നിന്നേ അഭിഷക്തന്റെ വടി മറ്റ് സർപ്പങ്ങളെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാ. ഇന്ന് രാത്രി അഭിഷേകം പ്രാപിച്ചവൻ ചിലതിനെ വിഴുങ്ങണം. അഭിഷേകം പ്രാപിച്ചവൻ ചിലതിനെ പിടിച്ചെടുക്കണം. അഭിഷേകം പ്രാപിച്ചവൻ ചിലതിനെ ജയിക്കണം. അഭിഷേകം പ്രാപിച്ചവൻ ഇന്ന് രാത്രി മിണ്ടാതിരിക്കരുത്. അഭിഷേകം പ്രാപിച്ചവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അഭിഷേകം പ്രാപിച്ചവൻ കൈ നീട്ടുമ്പോൾ ശത്രു അടങ്ങണം. അഭിഷേകം പ്രാപിച്ചവൻ കരം നീട്ടുമ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണം. സർപ്പം മുട്ടുമടക്കി. മോശയുടെ മുമ്പിലെ സർപ്പം മുട്ടുമടക്കി. ഇന്ന് രാത്രി ഇതിനകത്ത് ദൈവപൈതലേ, നിന്റെ മുമ്പിൽ ചിലത് മുട്ടുമടക്കാൻ പോകുകയാ. ഇന്നലകളിൽ വാദിച്ചു നിന്ന, ഇന്നലകളിൽ ഗംഭീരമായി വാക്കുവാദം നടത്തി നിന്ന, നിന്നെ വിടത്തില്ല, നിന്റെ നാശം കാണാതെ ഞാൻ വിടത്തില്ലെന്ന് പറഞ്ഞതിനെ കൂട്ടമായിട്ട് വെള്ളം ഒരുങ്ങി കിടപ്പുണ്ട്. സ്നാനപ്പെടുത്താൻ ഫിലിപ്പോസിനെ പോലെയുള്ള ഒരു കൂട്ടം ഭക്തന്മാരെ ഈ തലമുറയിൽ കുടുംബത്തിനകത്ത് ദേശത്തിനകത്തും ദൈവാത്മാവ് പിഴുതെടുക്കുമെന്ന് രാത്രി പറഞ്ഞാൽ സ്തോത്രം ചെയ്യാൻ പറ്റുമോ? സ്തോത്രം ചെയ്യാൻ പറ്റുക പറ. ഇന്ന് രാത്രി ദേശത്തിനകത്തുനിന്ന് ചിലർ ദൈവാത്മാവ് സ്നാനത്തിലേക്ക് നടത്തുന്നുണ്ട്. ഹല്ലേലൂയ.
ആമേൻ. പിന്നെ ആ ദൂത് അങ്ങനെ തന്നെ വരുന്നു. ഈ 25 കഴിയും മുമ്പേ സഭകളിൽ സ്നാനം നടക്കട്ടെ. അഭിഷക്ത കർത്താവിൻ ദാസിയെ സ്നാനം നടക്കട്ടെ. ആമേ സ്തോത്രം. സഭകളിൽ സ്നാനം നടക്കട്ടെ. പ്രഭസിസ്റ്ററെ സ്നാനം നടക്കട്ടെ. ആമേ തങ്കമേന്റെ സഭയിൽ സ്നാനം നടക്കട്ടെ. ജോബി ആമേ സഭയിൽ സ്നാനം നടക്കട്ടെ. സഭയിൽ സ്നാനങ്ങൾ നടക്കട്ടെ. ആമേൻ. ദൂർത്ത് ആമേൻ ആമേ സ്തോത്രം ശീലിക്കുന്ന ചില വ്യക്തികളെ ദൈവാത്മാവ് മാനസാന്തരപ്പെടുത്തി സഭയുടെ അകത്തേക്ക് കൊണ്ടിരുത്തും. അതാ ദൈവത്തിന്റെ പ്രവൃത്തി കേട്ടോ. ആമേൻ. ദൈവം അടങ്ങിയിരിക്കത്തില്ല. ദൈവം ഇന്ന് രാത്രി എഴുന്നേൽക്കുന്നു. അവന്റെ ശത്രുക്കൾ സകലവും ചിതറിപ്പോകുന്ന രാത്രി ആയിരിക്കട്ടെ. ഹല്ലേലൂയ. നോയിക്കേ 10ാമത്തെ വാക്യത്തിലേക്ക് വരൂ. പറയുന്നു, പിശാചിന്റെ മകനെ. ആമേൻ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സർവ ആമേൻ ഹല്ലേലൂയ ഭീതിയുടെയും ശത്രുവേ, കർത്താവിന്റെ നേർവഴികളെ മറച്ചു കളയുന്ന ആമേൻ നീ മതിയാക്കിക്കോ. ഹല്ലേലൂയ. നീ എന്ത് ചെയ്യണം? മതിയാക്കണം. സകലതും നീ മറച്ചു കളഞ്ഞിരിക്കുക. ന്യായപ്രമാണത്തെ, വിശുദ്ധിയെ, ആമേൻ സ്തോത്രം, സത്യത്തെ, സകലത്തിന്റെ മേലുമുള്ള നിന്റെ അധികാരത്തെ ഇന്ന് രാത്രി തമ്പുരാൻ ഉടച്ചു കളയുക. നോക്കിക്കേ, അടുത്ത ദൂത് കണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ കർത്താവിന്റെ കൈ നിന്റെ മേൽ വീഴും. നീ ആമേൻ സ്തോത്രം അല്പസമയത്തേക്ക്, നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായി ഇരിക്കുമെന്ന് പറഞ്ഞു. ഉടനെ ഒരു തിമിരം ഇരുട്ടും ആമേൻ അവന്റെ മേൽ വീണു. അവൻ ആമേൻ അവന് അടുത്തെന്താ പറയുന്നത്? കൈ പിടിച്ച് നടക്കുന്നവരെ ആമേൻ തിരഞ്ഞുകൊണ്ട് അവൻ തപ്പി നടന്നു. ഇന്ന് രാത്രി ശ്രദ്ധിക്കൂ. അവൻ എന്താണ്? തിരഞ്ഞു നടന്നു. കൈ പിടിച്ചാരെങ്കിലും നടത്തുമോ എന്ന് അവൻ തിരഞ്ഞു നടക്കുകയാ. ഹല്ലേലൂയ. ഈ രാത്രിയിൽ ദൈവത്തിന്റെ കരം ചിലരുടെ മേൽ വന്നിരിക്കുകയാ. നീ ഭാരപ്പെടണ്ട. ഹല്ലേലൂയ. നീ ഭാരപ്പെടണ്ട. നീ ഭാരപ്പെട്ട വിഷയത്തിന്റെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തും. നീ ഭാരപ്പെട്ട വിഷയത്തിന്റെ മേൽ കർത്താവിന്റെ നീതി വെളിപ്പെടുത്തും. നീ ഭാരപ്പെട്ട വിഷയത്തിന് ഇതാ ആമേൻ നിനക്ക് നെടുകയും കുറുകയും പോകാൻ കഴിയാതെ ചിലർ കുറുകെ നിൽക്കുന്നവന്റെ മണ്ടയ്ക്ക് കർത്താവിന്റെ ന്യായവിധിയുടെ ആമേ കുരുട് ഇതാ വീഴാൻ പോകുകയാ. പ്രാർത്ഥിച്ചോ? ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്ന് രാത്രി ദൈവാത്മാവ് സഭകളെ നോക്കി, കുടുംബങ്ങളെ നോക്കി പറയുന്നു, നിന്റെ ആത്മീയത്തെ മറിച്ചു കളയുന്ന, നിന്റെ വിശ്വാസത്തെ മറിച്ചു കളയുന്ന, ചോദ്യം ചെയ്യുന്ന, ആമേൻ നിന്റെ പ്രാർത്ഥനയെ ചോദ്യം ചെയ്യുന്ന, നിന്റെ ആരാധനയെ ചോദ്യം ചെയ്യുന്ന, ഓ പ്രൈസ് ദി ലോർഡ്, പരിശോധിക്കുന്ന, ഓ നീ ദൈവത്തിൽ മുഴങ്കാൽ മടക്കുന്നതിനെ പരിശോധിക്കുന്ന, ധൂർത്ത് നിറഞ്ഞവരെ, സകല കപടതയും നിറഞ്ഞവരെ കർത്താവ് നിന്നെ കുരുടനാക്കാൻ പോകുകയാ. ഹല്ലേലൂയ. വൈഡകരാജകൽക്കനാദി. ഇന്ന് രാത്രി ദൈവസഭ പ്രാർത്ഥിക്ക. ഒരു വലിയ ഉണർവിന്റെ കാറ്റ് ഇന്ന് രാത്രി ദൈവം ചില കുടുംബങ്ങൾക്കകത്ത് അയച്ചുകൊണ്ടിരിക്കുക. ഉണർവിന്റെ കാറ്റ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ചിലരുടെ മേൽ ദൈവത്തിന്റെ കരം വെളിപ്പെടാൻ പോകുകയാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദുഡബനരഗത ശംഭവരാജകൽക്കനാദി. ആമേൻ ആമേൻ ആമേൻ. ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രി വെളിപ്പെടുകയാണ്. അത്ഭുതങ്ങളുടെ ദൈവം ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇരിക്കുന്നത് ദൂരെയാണെങ്കിലും ചാരെ അണയുന്ന ദൈവ സാന്നിധ്യം വിളിച്ചു പറയുന്ന പൈതലേ, നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ, നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം ദേശത്ത് വാദിക്കുന്നുണ്ട്, ദേശത്തിറങ്ങി നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉടബലരഗത ശംഭവരാജകൽക്കനാദി. ഓ ഇന്ന് രാത്രി ദൈവത്തിന്റെ നീതിയുള്ള കരത്തിൽ നിന്നെ വഹിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഈ രാത്രി പ്രൈസ് ദി ലോർഡ് ദേശം അതിന്റെ അന്ത്യത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ദൈവത്തിന്റെ സഭയെ ചേർക്കാൻ ചില ഫിലിപ്പോസുമാരെ ദേശത്തിന്റെ മധ്യ ദൈവം അയക്കുന്നുണ്ട്. കേട്ടോ? ദേശത്തിന്റെ മധ്യ മാത്രമല്ല, നീ ആയിരിക്കുന്ന മേഖലയിലും നീ ആയിരിക്കുന്ന സ്ഥലങ്ങളിലും ദൈവം നിന്നെ മാനിച്ചയക്കുന്ന ഓ സമയം വിദൂരമല്ല. പ്രാർത്ഥിച്ചോ? ചില ദുഷ്ടതകളെ ദൈവം ദേശത്ത് നിന്ന് തുടച്ചു മാറ്റാൻ പോകുകയാ. ചില അതിക്രമങ്ങളെ ദേശത്തിന്റെ മധ്യത്തിൽ നിന്ന് ദൈവം മാറ്റാൻ പോകുകയാ. ചില പാപ പ്രവണതകളെ ദൈവ സഭയ്ക്കകത്ത് നിന്ന് തുടച്ചു മാറ്റാൻ പോകുകയാ. ഓ ചില പാപ പ്രവണതകളെ കുടുംബത്തിനകത്ത് നിന്ന് ദൈവം ദേശത്തിന് മധ്യേ തുടച്ചു മാറ്റാൻ പോകുകയാ. ഇന്ന് രാത്രി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സകല കപടതയും കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ ഇന്ന് രാത്രി പിശാചിന്റെ
മകനെ എന്ന് വിളിക്കാൻ ധൈര്യം പ്രാപിച്ച എത്ര പേര് അഭിഷേകത്തിൽ നിപ്പുണ്ട്? ആമേൻ, സ്തോത്രം. ഇന്ന് രാത്രി പൂർണ്ണ അഭിഷേകത്തോടെ, പൂർണ്ണ ആത്മാവോടെ നിറഞ്ഞു നിൽക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൂർണ്ണ ആത്മാവോടെ ദൈവസഭയ്ക്ക് വേണ്ടി നിൽക്കുന്ന എത്ര പേരിന്ന് രാത്രിയുണ്ട്? അവരോട് ദൈവാത്മാവിന്ന് രാത്രി ദൂതുകൾ കൈമാറുകയാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിപ്പാനുണ്ട്. അവൻ നീ ഭയപ്പെട്ടിരിക്കുന്ന വിഷയത്തിന്, നീ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയത്തിന്, ഓ പ്രൈസ് ദി ലോർഡ്, നെടുമ്പാടെ വീഴുന്ന വിഷയത്തിന് എന്ന് രാത്രി കർത്താവ് പറയുക, നീ ഭാരപ്പെടണ്ട. ഹല്ലേലൂയ. ഞാൻ ചിലതെന്ന് രാത്രി ചെയ്യാൻ ദൈവം ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് അങ്ങ് തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് ഇന്ന് രാത്രി ചിലത് തുടങ്ങാൻ, ദൈവത്തിന്റെ പദ്ധതിക്കായി നിൽക്കാൻ എത്ര പേര് ഇന്ന് രാത്രി തയ്യാറാകുന്നുണ്ട്? കർത്താവ് നിന്റെ സന്നിധിയിൽ ഓടി അണയുവാൻ, നിന്റെ സന്നിധിയിൽ മുഴങ്കാലി നിൽക്കുവാൻ, നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ, ഓ നിന്റെ സന്നിധി ബോധത്തോടെ ഇരിക്കുവാൻ, ഓ പരിശുദ്ധാത്മ പൂർണ്ണനായി എനിക്ക് നിൽക്കാൻ താല്പര്യമുണ്ട്. ഈ കാലഘട്ടം ദുഷ്കരമാണ്. പാപത്തിലും മ്ലേച്ഛതയിലും ഓ കപടതയും നിറഞ്ഞ, ഓ പ്രൈസ് ദി ലോർഡ്, കെട്ടിനകത്ത് കിടക്കുന്ന ചില കെട്ടുകളെ പൊട്ടിച്ചുകൊണ്ട് ചില വ്യക്തികളെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവസഭയ്ക്കകത്ത് നിന്ന് രാത്രി ഒരു ഉണർവിന്റെ കാറ്റയക്കാൻ പോകുകയാ. പ്രാർത്ഥിക്കുന്ന ദൈവകുഞ്ഞേ, നിന്റെ ജീവിതത്തിനകത്ത് ഓ പ്രൈസ് ദി ലോർഡ് ചില വിടുതലുകൾ വ്യാപരിക്കുന്നുണ്ട്. ഓ ഇന്ന് രാത്രി ചില മാനസാന്തരങ്ങൾ നടക്കുന്ന രാത്രിയാണ്. മാനസാന്തരങ്ങൾ നടക്കുന്ന രാത്രിയാണ്. ഒരു മടങ്ങി വരവിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു മടങ്ങി വരവ് ഇന്ന് രാത്രി സഭകൾക്കകത്ത്, കുടുംബങ്ങൾക്കകത്ത് ഒരു മടങ്ങി വരവിനായി ദൈവം ചില വ്യക്തികളെ ഒരുക്കിക്കൊണ്ടിരിക്കുക. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക, ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുക്കുക. ഹല്ലേലൂയ. ശബനവരഗതന വൈഡകരാജകൾക്കനാദി വൈഡപ്രൗഢപരക്ഷം വേദപരാജകൾക്കനാദി. ഹല്ലേലൂയ. 11ാമത്തെ വാക്യത്തിൽ പറയണം, കുരുടനായി കമേൻ, സ്തോത്രം. സൂര്യനെ നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കും എന്ന് പറഞ്ഞു ഉടനെ ഒരു തിമിരം ഇരുട്ടും അവന്റെ മേൽ വീണു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കൈ സഹായത്തിന് വേണ്ടി അവൻ പാഞ്ഞു നടക്കുകയാണ്. ഒന്ന് ഒരു ഹെൽപ്പിന് വേണ്ടി അവൻ നടക്കുകയാ. ആരെങ്കിലും ഒന്ന് ഹെൽപ്പ്, ഒന്ന് അവനെ നടത്താൻ. സ്തോത്രം. ഒരു കാര്യം കൂടെ, ഒരു ദൂതൂടെ പറയട്ടെ. ഒരു സമയത്ത് ഈ പറഞ്ഞ പരിശുദ്ധാത്മ പൂർണ്ണനായ പൗലോസിനെ ദൈവം കുരുടനാക്കി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇവനെ കർത്താവ് കുരുടനാക്കി. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വച്ച ദൈവത്തിന്റെ ദൂതൻ പൗലോസിനെ സൗലിനെ അടിച്ച് താഴെയിട്ടു. ദൈവം അവനോട് സംസാരിച്ചു. അവന്റെ 2 കണ്ണും കുരുടായിപ്പോയി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ പൗലോസിനെ ഈ ശൗലിന്റെ പേര് മാറ്റി പൗലോസ് ആയെങ്കിൽ ഇവന്റെ മേൽ അന്ന് വ്യാപരിച്ചിരുന്ന ഒരു അന്ധകാരത്തെ ദൈവം തുടച്ചു മാറ്റിയിട്ട് ഇവന്റെ മേൽ ദൈവാത്മാവിന്റെ ശക്തിയെ പകർന്നു കൊടുത്തു. ഹല്ലേലൂയ. അനുഭവത്തോടെ ശുശ്രൂഷിക്കണം. സ്വതന്ത്രം പറ, സ്വതന്ത്രം പറ. അനുഭവമാണ് ശുശ്രൂഷ. പൗലോസിന്റെ മേൽ മുമ്പ് കുരുടനാക്കി, അവന്റെ മേൽ ദൈവശക്തി വെളിപ്പെട്ടു. അവന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പലായി പുറത്തു വന്നു. അതാ ശുശ്രൂഷ. ആമേൻ. ഇന്ന് രാത്രി അനുഭവത്തോടെ നിൽക്കാൻ കഴിയുമോ? ശത്രുവിന്റെ കുഴിമാടത്തിനകത്ത് ദൈവസഭയുടെ പ്രാർത്ഥന എത്തണം. ശത്രുവിന്റെ അധർമ്മ ശക്തികളെ ഇന്ന് രാത്രി തകർക്കണം. ദൈവസഭ ഇന്ന് രാത്രി പ്രാർത്ഥിക്കണം. ഓ പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തണം. ആദിമ പിതാക്കന്മാർ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിച്ചതുപോലെ ദൈവസഭ ഭവനങ്ങൾ ദൈവത്തിനെ ആരാധിക്കാൻ, മുട്ടുമടക്കാൻ, മുഴക്കാൽ മടക്കാൻ, ഓ പ്രൈസ് ദി ലോർഡ്, നെടുമ്പാടെ വീഴുവാൻ, കരയുവാൻ സഭകളും കുടുംബവും തയ്യാറാകുമെങ്കിൽ അതിനകത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തും ദൈവം. ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്കൊന്നും മറുപടി കിട്ടാതിരുന്നിട്ടില്ല കേട്ടോ. ഇന്ന് രാത്രി പ്രാർത്ഥനയ്ക്കൊന്നും മറുപടി കിട്ടാതിരുന്നിട്ടില്ല. എവിടെ ദൈവജനം മുട്ടുമടക്കിയിട്ടുണ്ടോ അവിടെ ഒരു വലിയ ദൈവപ്രവൃത്തി ദൈവം അയച്ചിട്ടുണ്ട്. ദൈവം ചെയ്യും കാര്യങ്ങൾ, ദൈവം കാര്യങ്ങൾ ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രിയിൽ സ്തോത്രം. ഒരു വാക്യം കൂടെ വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകെ കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വായിച്ചാട്ടെ. അപ്പോസ്തല പ്രവൃത്തി പുസ്തകം 12ാമത്തെ അധ്യായത്തിന്റെ 12ാമത്തെ വാക്യത്തിലേക്ക് വരുന്നു. അപ്പോസ്തല പ്രവൃത്തി 12:12 വായിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. സ്തോത്രം.
എന്നിട്ട് ഗ്രഹിച്ച ശേഷം അവൻ മറുപേരും വീട്ടിൽ ചെന്നു. അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സ്തോത്രം. ഒരു ഭയങ്കര ദൈവ സാന്നിധ്യം പ്രാർത്ഥനയുടെ നടുവിൽ ഇറങ്ങി വന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. വലിയൊരു പ്രാർത്ഥന, ഭയങ്കര പ്രാർത്ഥന നടക്കുന്നുണ്ട്. ആമേ, നമുക്കറിയാം, ഈ ഭാവമൊക്കെ അറിയാം. ഭയങ്കര പ്രാർത്ഥന, സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നു. വലിയൊരു പ്രാർത്ഥനയുടെ മുഴക്കം അതിനകത്ത് കത്തിപ്പടരുകയാണ്. ഈ നൂറ്റാണ്ടിലും പ്രാർത്ഥിക്കുന്ന ദൈവസഭയുണ്ടോ എങ്കിൽ നോക്ക്, ചിലർ വിടുവിക്കപ്പെട്ട് പുറത്തു വരാൻ പോകുകയാ. ചിലരൊക്കെ ദൈവം പുറത്ത് കൊണ്ടുവരുന്ന രാത്രി എന്ന് പറഞ്ഞാൽ സ്തോത്രം പറയാൻ പറ്റുമോ? ഇന്ന് രാത്രി ദൈവസഭയോട് ആമേ ജോയിസ് എന്ന ഡിവേഴ്സ് ദൈവദാസിയെ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി പറയുന്നു. ആമേ, യെശയ്യാവിന്റെ പുസ്തകം 41:10 ഇങ്ങനെ പറയുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എന്ന് രാത്രി നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഭയപ്പെട്ട വർഷങ്ങൾ, ഭയപ്പെട്ട ദിനരാത്രികൾ, ഭയപ്പെട്ട ദിവസങ്ങൾ, ഭയപ്പെട്ട ആഴ്ചകൾ, ഭയപ്പെട്ട പകലുകൾ, ഭയപ്പെട്ട ഇരുണ്ട അവസ്ഥകൾ ഇന്ന് രാത്രി കർത്താവ് മാറ്റാൻ പോകുന്നു. ആമേൻ. പ്രാർത്ഥിച്ചോ. ദൈവസഭയുടെ നടുവിൽ പ്രാർത്ഥിച്ചോ. ആമേൻ. ഒരു ഉത്തരവാദിത്വം ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. അത് നടപടിയായി ചെയ്യാൻ തയ്യാറായി മുൻപിലോട്ട് വരുമ്പോൾ ദൈവപ്രവൃത്തി ഇന്ന് രാത്രി അതിന് വിഷയത്തിനകത്ത് വെളിപ്പെടാൻ പോകുകയാ. ഭയപ്പെട്ടു പോയ വർഷങ്ങൾ, ഭയത്തോടെ ഇരുന്ന വർഷങ്ങൾ, ഭയത്തോടെ ഇരുന്ന മാസങ്ങൾ, ഭയത്തോടെ ഇരുന്ന ആഴ്ചകൾ, ഭയത്തോടെ മൂലക്കിരുന്ന് രാത്രി ഉറക്കമില്ലാതിരുന്ന രാത്രികൾ ദൈവാത്മാവിന്റെ രാത്രി ദർശിക്കുകയാണ്. പറയാ, ആമേ, ഭാരപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. പണ്ട് ഈ ഭൂപരപ്പിന്ന് മാറ്റപ്പെട്ടു പോകുമായിരുന്നു. പക്ഷെ ദൈവം പറയുന്നില്ല. ആമേ, സ്തോത്രം. ദൈവത്തിന്റെ നടപടിയായി ചെയ്തു വരുന്ന പ്രാർത്ഥനകളും, നടപടിയായി ചെയ്തു വരുന്ന ആരാധനകളും, നടപടിയായി ചെയ്തു വരുന്ന ഉപവാസങ്ങളും കുറയ്ക്കരുത്. ഇരുന്നോ, ദൈവസന്നിധിയിൽ 7 ദിവസം കൂടെ കർത്താവിന് മുമ്പിൽ മുഴങ്കാൽ മടക്കിക്കോ. ഈ വർഷം കഴിയും മുൻപ് ദൈവം ഒരു ചെത്തല് ഭവനത്തിനകത്ത് നടത്തുന്നുണ്ട്. അധികം ഫലം കായ്ക്കാൻ കാച്ചുകൊണ്ടിരിക്കുന്ന വൃക്ഷത്തിന്റെ ഏതോ ഒരു കൊമ്പ് കായ്ക്കാതിരിക്കുന്നു. അതിനെ അധികം ഫലം കായ്ക്കേണ്ടതിനായി ദൈവം ചെത്തിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു പണി കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുകയാ. ദൈവം അത് ചെയ്യും. സ്തോത്രം. ഇന്ന് രാത്രിയിൽ മടങ്ങി വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നമുക്കറിയാം 6-ാമത്തെ വാക്യം, 7-ാമത്തെ വാക്യം, 8-ാമത്തെ വാക്യം, 9-ാമത്തെ വാക്യം പറയുന്നു, അപ്പോൾ പൗലൂസ് എന്നു പേരുള്ള ശൗൽ പരിശുദ്ധ ആമേൻ ആത്മപൂർണനായി ആമേൻ അവനെ ഒറ്റുനോക്കി. ഇന്ന് രാത്രി ഒറ്റുനോക്കിയ വിഷയം തന്നെ ഏകദേശം ഒത്തിരി ഭാഗത്തുണ്ട്. ഉൽപ്പത്തി പുസ്തകം മുതൽ പഠിക്കുമ്പോൾ, മലാക്കി വരെ നിർത്തുമ്പോഴും, മത്തായി മുതൽ വെളിപ്പാട് വരെ വരുമ്പോഴും ഒറ്റുനോക്കിയ ഒത്തിരി പേരെ നമുക്ക് കാണാൻ കഴിയുന്നു. ഇന്ന് രാത്രി ആരെല്ലാം ഒറ്റുനോക്കിയിട്ടുണ്ടോ അവിടെ എല്ലാം വിടുതൽ വ്യാപരിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. പ്രാർത്ഥിക്കാൻ പോകുകയാ. ഇതിനകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ പോകുകയാ. പരിശുദ്ധാത്മാ പൂർണ്ണനായി ചില വ്യക്തികളെ